നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾക്ക് മുൻപ് നമ്മൾ ആദ്യം പോകുന്നത് ചരിത്രപരമായൊരു ചന്ദ്ര ദൗത്യത്തിന് മണിക്കൂറുകൾ മാത്രമേ ഇനിയുള്ളൂ. ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആർട്ടിമിസ് 2 ദൗത്യത്തിന് റോക്കറ്റ് ഇന്ധനത്തിൽ നിറയ്ക്കൽ പൂർത്തിയായിട്ടുണ്ട്. ഇന്ധന ടാങ്കിലേക്ക് മർദ്ദം ക്രമീകരിക്കുന്ന പ്രക്രിയ തുടരുകയാണ്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണത്തറയിൽ നിന്ന് SLS റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പുലർച്ചെ ഏതാണ്ട് 3:54 ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. Some family and friends downstairs. Commander Reed Weissman, pilot Victor Glover, mission specialist Christina Cook, and Jeremy Hansen. Looking excited, ready. Now in that elevator to take them 3 floors down. Thumbs up, one more photo. Oh, nope, a couple more people in that elevator. Those are important folks. They're going with them to the pad. Yeah, this is a fun elevator ride. Yeah. സയൻസ് ഡെസ്ക് ഇന്ന് പ്രജിൻ സി കണ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രജിൻ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം. ഏതാണ്ട് 54 വർഷത്തിന് ശേഷം ഒരു ചാന്ദ്ര ദൗത്യത്തിന് ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിന്റെ അതിന്റെ രണ്ടാം ഘട്ടമായ ദൗത്യം ആർട്ടിമിസ് 2 എവിടെ വരെയായി ഒരുക്കങ്ങൾ? എന്താണ് പ്രതീക്ഷ? ദിൽന പറഞ്ഞതുപോലെ 3:54 പുലർച്ചെ 3:54 ആ ചരിത്ര ദൗത്യത്തിന്റെ ആ നിമിഷം. അതിനായുള്ള കാത്തിരിപ്പിലാണ് ശാസ്ത്രലോകം അല്ലെങ്കിൽ ഭൂലോകം ഒന്നാകെ കാത്തിരിക്കുന്നത്. കാരണം നമ്മൾ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ്. നമ്മൾ ചന്ദ്രനിലേക്ക് പോകുന്നു, വരൂ എന്നാണ് നാസ വളരെ ആലങ്കാരികമായി ഈ മുഹൂർത്തത്തെ വിശേഷിപ്പിക്കുന്നത്. ആ രീതിയിൽ വലിയ ഉത്സവമാക്കി മാറ്റുകയാണ് ശാസ്ത്രലോകം ഒന്നാകെ ഈ ഒരു നിമിഷത്തെ. 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യർ പോകുന്നു. ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നില്ല, പക്ഷേ ചന്ദ്രനെ ചുറ്റി തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരു മിഷനാണ് നടക്കാൻ പോകുന്നത്. ഒരു ടെസ്റ്റ് മിഷനാണ് ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ഈ ദൗത്യം. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആദ്യം പറയാം. ചൊവ്വയിൽ മനുഷ്യർക്ക് ഒരു പുതിയ താവളം ഉണ്ടാക്കണം. ഒരുപക്ഷെ മനുഷ്യരാശി ഇനി ഭൂമിയിൽ മാത്രം നിന്നാൽ പോരാ, അത് മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന നേരത്തെയുള്ള സ്വപ്നങ്ങൾ അത് സഫലമാകാൻ പോകുന്നു. 2040 ചൊവ്വയിൽ ഒരു താവളം സൃഷ്ടിക്കാൻ മനുഷ്യർ ഒരുങ്ങുകയാണ്. അതിനു മുൻപായി ഒരു ഇടത്താവളം എന്ന നിലയിൽ ചന്ദ്രനെ പരിഗണിക്കുന്നു. അവിടെ ആദ്യം ഒരു താവളം ഉണ്ടാക്കുക, അവിടെ നിന്നും മറ്റ് ഇടങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന വിധം അതിനെ മാറ്റിയെടുക്കുക എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ഈ ദൗത്യം. 2030 ആർട്ടിമിസ് 4 എന്ന് പറയുന്ന ദൗത്യം നടത്തും. അതിലായിരിക്കും മനുഷ്യർ വീണ്ടും ചന്ദ്രനിൽ ഇറങ്ങുക. അതിന് മുന്നോടിയായുള്ള ഒരു ടെസ്റ്റ് മിഷൻ ആയിട്ടാണ് ഇതിപ്പോൾ നടത്താൻ പോകുന്നത്. അതിനുള്ള ആ വെഹിക്കിൾ പോകുന്ന സമയത്ത് മനുഷ്യർക്കുണ്ടാകുന്ന 4 പേരാണ് നമ്മുടെ പ്രതിനിധികളായി ചന്ദ്രനിലേക്ക് പോകുന്നത്. അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് പഠിക്കുക. ഒപ്പം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ മനുഷ്യർക്ക് പകർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ദൃശ്യങ്ങൾ, അത് ചന്ദ്രന്റെയും തിരികെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയുടെയും കാഴ്ചകൾ അത് കൃത്യമായി പകർത്തുക. ഇതൊക്കെ ലക്ഷ്യമിടുന്നുണ്ട് എന്തായാലും ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ഈ ചരിത്ര ദൗത്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് നാസ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. 4 പേർ നമ്മുടെ പ്രതിനിധികളായി, മനുഷ്യരുടെ പ്രതിനിധികളായി ചന്ദ്രനിലേക്ക് പോകുന്ന 4 പേരാണ് അവർ ഇപ്പോൾ സൂട്ടൊക്കെ ധരിച്ച് ഇപ്പോൾ കെനഡി സ്പേസ് സെന്ററിലെ 39B എന്ന് പറയുന്ന ആ ലോഞ്ച് പാഡിലേക്കുള്ള യാത്രയിലാണ്. പ്രത്യേകം ഒരുക്കിയ ഒരു വാഹനത്തിൽ അവരിപ്പോൾ യാത്ര ചെയ്യുകയാണ്. അല്പസമയം മുൻപ് അവിടെ കൂടിച്ചേർന്ന മാധ്യമപ്രവർത്തകരെയൊക്കെ കണ്ട ശേഷമാണ് അവരിപ്പോൾ ആ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ആസ്ട്രോനോട്ടാണ് റീഡ് വൈസ്മാൻ. നാസയുടെ ആസ്ട്രോനോട്ടാണ്. മറ്റൊന്ന് ഈ മിഷന്റെ പൈലറ്റായ വിക്ടർ ഗ്ലോവർ ആണ്. അദ്ദേഹവും നാസയുടെ ആസ്ട്രോനോട്ടാണ്. മറ്റൊന്ന് ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്ന വനിതയാണ്. അതിനു മുൻപ് പ്രത്യേകത, ആദ്യമായിട്ടാണ് ഒരു വനിത ചന്ദ്രനിലേക്കുള്ള ഒരു മിഷനിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി 4ാമത്തെ ആളാണ് ജെറമി ഹെൻസ്. അദ്ദേഹം കനേഡിയൻ ആയിട്ടുള്ള ആസ്ട്രോനോട്ടാണ്. അങ്ങനെ 3 നാസയുടെ ആസ്ട്രോനോട്ടും ഒരു കനേഡിയൻ ആസ്ട്രോനോട്ടും ചേർന്നാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അവർ വിക്ഷേപണത്തറയിലേക്ക് പോകുന്നു. അവിടെ അവരെ കാത്തിരിക്കുന്നത് ഒരു വലിയ ജയന്റ് റോക്കറ്റാണ്. SLS എന്ന് നേരത്തെ ദിലിനെ സൂചിപ്പിച്ചു. സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന SLS എന്ന റോക്കറ്റിലാണ് ഈ വിക്ഷേപണം നടക്കാൻ പോകുന്നത്. ഈ 4 പേരെയും വഹിക്കുന്ന പേടകത്തിന്റെ പേര് ഒറൈൻ എന്നാണ്. 4 പേർക്ക് കൃത്യമായി ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പേടകമാണത്. ആ പേടകത്തെ വഹിച്ച് മുകളിലോട്ട് കുതിക്കാൻ പോകുന്നത് SLS എന്ന് പറയുന്ന ഒരു വലിയ ഭീമൻ റോക്കറ്റാണ്. ഏതാണ്ട് ഒരു വലിയ ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള, അത്രയും നീളമുള്ള ഒരു വലിയ റോക്കറ്റാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലേക്കുള്ള ഇന്ധന നിറയ്ക്കൽ പ്രക്രിയയെല്ലാം പൂർത്തിയായി. മർദ്ദവ്യത്യാസങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് നാസ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പേടകത്തിലേക്ക്, ഒറൈനിലേക്ക് ഈ 4 പേരും വരിക, പിന്നീട് കാത്തിരിക്കുക. 3:54
കൃത്യമായി അതിന്റെ കൗണ്ട് ഡൗൺ അവസാനിക്കും. ആ സമയത്ത് വീക്ഷണത്തറയിൽ നിന്ന് കുതിച്ചു വരിക, ഇതാണ് മുന്നിലുള്ള ദൗത്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ സഞ്ചരിക്കുന്ന ഈ ദൂരമാണ്. ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് മനുഷ്യർ സഞ്ചരിക്കുന്ന ഏറ്റവും അകലേക്ക് ഇവർ സഞ്ചരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 4 ലക്ഷം കിലോമീറ്റർ അകലേക്കാണ് ഭൂമിയിൽ നിന്നും ഈ 4 പേർ സഞ്ചരിക്കാൻ പോകുന്നത്. തിരികെ മടങ്ങി ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ഒരു 11.5 ലക്ഷം കിലോമീറ്റർ ഇവർ പിന്നിടും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഭൂമിയിലേക്ക് ഉയർന്ന ശേഷം ഭൂമിയെ 2 തവണ വലം വെച്ച ശേഷമാണ് ചന്ദ്രനിലേക്കുള്ള യാത്ര നടത്തുക. നമ്മൾ ഊഹിക്കേണ്ട ഒരു ദൂരപരിധി കൂടിയുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമുക്കറിയാം, നമ്മുടെ ശുഭാംശു ശുക്ലയൊക്കെ കഴിഞ്ഞ തവണ പോയി മടങ്ങി വന്ന സ്ഥലമാണ്. അത് ഈ ഭൂമിക്ക് മുകളിൽ ഏതാണ്ട് 400 കിലോമീറ്റർ അകലെ മാത്രമാണ്. പക്ഷേ ചന്ദ്രൻ എന്ന് പറയുന്നത് 4 ലക്ഷം കിലോമീറ്റർ അകലെ, അല്ലെങ്കിൽ 3.84 കിലോമീറ്റർ അകലെയാണ്. നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യം. ആ ദൗത്യത്തിനാണ് 4 അംഗ സംഘം പുറപ്പെടുന്നത്. കൃത്യം 3:54 വിക്ഷേപണം നടക്കും. 3:15 മുതൽ 24-ൽ ഇതിന്റെ തത്സമയ സംപ്രേഷണമുണ്ട്. പ്രേക്ഷകർ കാണുക. മറ്റു വാർത്തകളിലേക്ക്, പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ്. ഇറാൻ ആക്രമണത്തിൽ UAE-യിൽ ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫുജൈറയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചായിരുന്നു ഈ മരണം. ഉമുൽ ഖുവൈനിലുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാരനും പരിക്കേറ്റു. കുവൈത്ത് വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഇറാൻ ഇന്ന് ആക്രമണം നടത്തി. ഫുജൈറയിലെ അൽ റുഫയിൽ സ്വകാര്യ ഫാമിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടത്. ഇതോടെ UAE-യിൽ ആകെ മരിച്ചവരുടെ എണ്ണം 12ആയി. ഉമൽ ഖുവൈനിലെ വ്യവസായ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റു. ആകെ 189 പേർക്കാണ് UAE-യിൽ ഇതുവരെ പരിക്കേറ്റിരിക്കുന്നത്. രാവിലെ കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ എണ്ണ ടാങ്കറുകൾക്ക് തീപിടിച്ചു. തീ നിയന്ത്രണ വിധേയമാണെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. ബഹ്റൈനിൽ രാവിലെ 3 തവണ ആക്രമണമുണ്ടായി. ഒരു കമ്പനി കെട്ടിടത്തിന് തീപിടിച്ചതായും ആളപായമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ചെറുക്കാനായെന്ന് പ്രതിരോധ സേന അറിയിച്ചു. UAE-യിൽ വർദ്ധിപ്പിച്ച എണ്ണവില നിലവിൽ വന്നു. റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞവർക്ക് പുതിയ എൻട്രി പെർമിറ്റില്ലാതെ തിരികെ എത്താൻ നൽകിയിരുന്ന ഇളവും അവസാനിച്ചിട്ടുണ്ട്. 24 ദുബായ്. യുദ്ധം തുടരുന്നതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഉടൻ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. യുദ്ധം ആവശ്യമെങ്കിൽ തിരിച്ചുവരും. ഇറാനുമായുള്ള യുദ്ധത്തിൽ സഹായിച്ചില്ലെങ്കിൽ നാറ്റോ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റോയിറ്റേഴ്സിനോടായിരുന്നു ഈ പ്രതികരണം. ഇറാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ ഈ വാദം അടിസ്ഥാനരഹിതമെന്നാണ് ഇറാന്റെ പ്രതികരണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന ഇന്ധന വില ഉയർന്നതിൽ പിന്നാലെ സർചാർജ് വർദ്ധിപ്പിച്ച് ഇൻഡിഗോ. വിമാന ടിക്കറ്റ് നിരക്കുകൾ വീണ്ടും ഉയരും. ആഭ്യന്തര റൂട്ടിൽ 275 മുതൽ 950 രൂപ വരെയായിരിക്കും വില വർധന. രാജ്യാന്തര റൂട്ടിൽ 900 മുതൽ 10,000 രൂപ വരെയായിരിക്കും നിരക്കിൽ വർധനയുണ്ടാവുക. പുതുക്കിയ നിരക്ക് നാളെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ദുബായിൽ മലയാളി യുവാവ് വാഹനാപകടത്തിൽ മരിച്ചു. കൊല്ലം പെരുന്നാട് സ്വദേശി ജോസഫ് യേശുദാസാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. ദുബായിൽ എഞ്ചിനീയറായ ജോസഫ് യേശുദാസ് രാവിലെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. മൃതദേഹം ഗിസായിസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലെത്തിക്കും. മെഡിക്കൽ രംഗത്ത് ഇളവുകളുമായി UAE. വിവിധ നഴ്സിംഗ്, ഹെൽത്ത് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ലൈസൻസിന് 6 മാസത്തെ പ്രവൃത്തി പരിചയം വേണമെന്ന നിബന്ധന ഒഴിവാക്കി. രജിസ്റ്റേർഡ് നഴ്സുമാർ, അസിസ്റ്റന്റ് നഴ്സുമാർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ്, റെസ്പിറേറ്ററി കെയർ ടെക്നീഷ്യൻസ്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർ എന്നിവർക്കാണ് ഇളവ് ലഭിക്കുക. യൂണിവേഴ്സിറ്റി, മെഡിക്കൽ കോളേജ് അധ്യാപകർക്ക് മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇനി മുതൽ പ്രാക്ടീസ് ചെയ്യാം. മെഡിക്കൽ രംഗത്ത് കൂടുതൽ ജീവനക്കാരെ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. കാണാം വോട്ടുത്സവം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. തെരഞ്ഞെടുപ്പിന് കേരളത്തിലാണെങ്കിലും ഗൾഫിലെ മലയാളികൾക്കും ആവേശത്തിനൊട്ടും കുറവില്ല. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മാത്രമല്ല, പല കോണുകളിലും പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. പൊന്നാനി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി നൌഷാദ് അലിക്കായി പൊന്നാനി മണ്ഡലം ദുബായ് KMCC പ്രചാരണം തുടങ്ങി. സ്ഥാനാർത്ഥിയും ഓൺലൈനായി പ്രചാരണത്തിൽ പങ്കെടുത്തു.
മലയാളികൾ എവിടെയായാലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും മറക്കാറില്ല. പ്രവാസി സംഘടനകൾ നടത്തുന്ന പ്രചാരണത്തിന് ഇത്തവണയും കുറവൊന്നുമില്ല. പൊന്നാനി മണ്ഡലം UDF സ്ഥാനാർത്ഥി നൌഷാദ് അലിയുടെ വിജയത്തിനായി പൊന്നാനി മണ്ഡലം ദുബായ് KMCC നടത്തുന്ന ക്യാമ്പയിനാണിത്. പൊന്നാനി മണ്ഡലത്തിലെ പ്രവാസികളെ നേരിൽ കണ്ടും ഫോൺ വിളിച്ചും വോട്ടുറപ്പിക്കുകയാണ് ലക്ഷ്യം. നൌഷാദ് അലിയുടെ വിജയം ഉറപ്പാണെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ ക്യാമ്പയിൻ ശക്തമാക്കുമെന്നും ദുബായ് KMCC സ്റ്റേറ്റ് സെക്രട്ടറി PV നാസർ. KP നൌഷാദ് അലി പുറത്തുള്ള ആളാണ് എന്നുള്ള വിമർശനമൊക്കെ ഉണ്ടെങ്കിലും ഏറെക്കാലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറെക്കാലം മുന്നേ തന്നെ അവിടെ കാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഉണ്ടാക്കിക്കൊണ്ട് അവിടുത്തെ ജനമനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഒരു പുറത്തുള്ള ആൾ എന്നുള്ള ആരോപണത്തിന് തിരിച്ചടിക്കുമാറുള്ള പ്രചരണ രംഗത്ത് അദ്ദേഹത്തിന് ആവേശം ഉളവാക്കുവാനും സാധ്യമായിട്ടുണ്ട്. ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥിയും ഓൺലൈനായി എത്തി. പൊന്നാനിയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആളുകളുടെ സമീപനം, പ്രതികരണം, അവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ ചിന്തകൾ, ഇതൊക്കെ UDF അനുകൂലമാണ്. ഇത്തവണ ദുബായിലെ സഹപ്രവർത്തകര്, KMCCയുടെ പ്രവർത്തകര് എല്ലാ ബാച്ചിലേഴ്സ് റൂമുകളിലേക്കും ഇന്ന് പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വേറിട്ട ഒരു പ്രചരണ പരിപാടിയാണ്. അവർക്ക് എല്ലാ ഭാവങ്ങളും നേരിടുന്നു, അവരോട് കൃതജ്ഞത അറിയിക്കുന്നു. അവരെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിക്കുന്നതായിട്ട് അവരോട് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ പൊന്നാനിയിൽ UDFന് വിജയം ഉറപ്പാണെന്ന് ഇവർ അവകാശപ്പെടുന്നു. പ്രത്യേക വിമാനങ്ങളിൽ വോട്ടർമാരെ നാട്ടിലെത്തിക്കും. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ തന്നെ ദുബായ് KMCC ഇപ്രാവശ്യവും 4-5 തീയതികളിലായിട്ട് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു സാഹചര്യം വ്യത്യസ്തമാണെങ്കിലും KMCC തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഷാഫി മാറഞ്ചേരി, അക്ബർ തെക്കാപ്പുറം, അഷ്റഫ് VV, O അബൂബക്കർ, U ഫസൽ പൊന്നാനി, സലാം പൊന്നാനി തുടങ്ങിയവരാണ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്. 24 ദുബായ്. ഇനി പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലേക്കാണ്. അവിടെ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം പാതി വഴിയിൽ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. ഇത്തവണ ചിറ്റൂർ ഉറപ്പായും UDF തിരിച്ചുപിടിക്കും എന്നും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ കൂടിയായിട്ടുള്ള സുമേഷ് അച്യുതൻ 24നോട് പറഞ്ഞു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനും അതുപോലെ തന്നെ ചിറ്റൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ സുമേഷ് അച്യുതനാണ് എന്നോടൊപ്പമുള്ളത്. അദ്ദേഹം രണ്ടാം തവണയാണ് ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പ്രചരണവും മറ്റൊക്കെ? ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ UDFന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഇവിടെ UDFൻ്റെ വിജയം സുനിശ്ചിതമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം, ഇതിന് തൊട്ട് പുറകിൽ ഒരു പാതി പണിതൊരു കെട്ടിടമുണ്ട്. ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റാണ്. ഇത് തന്നെയാണ് ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ UDF വിജയിക്കുമെന്ന് പറയുന്നതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം. ഇപ്പോൾ ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഭരണം LDFൽ നിന്ന് തിരിച്ചുപിടിച്ചു. അത് വലിയ ഇവിടെ ഓരോ ഓളം ഉണ്ടാക്കി. അപ്പോൾ ആ ആത്മവിശ്വാസം ഇപ്പോൾ ഈ നിയമസഭയിലേക്ക് വോട്ട് തേടുമ്പോഴുണ്ടോ? ചിറ്റൂർ തത്തമംഗലം നഗരസഭ മാത്രമല്ല, വടകരപ്പതി പഞ്ചായത്ത്, കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളൊക്കെ UDF തിരിച്ചു പിടിച്ചതാണ്. അപ്പോൾ ഈ പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചതും കഴിഞ്ഞ 10 വർഷത്തെ ഇടത് ദുർഭരണത്തിന് എതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും. അത് ആത്മവിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് മുൻപ് അങ്ങേയൊപ്പം മത്സരിച്ചിരുന്നപ്പോൾ അദ്ദേഹം മാറി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായിയായ V മുരുകദാസാണ് എതിർ സ്ഥാനാർത്ഥി. അതെങ്ങനെ കാണുന്നു? ഇപ്പോൾ ജനതാദൾ സ്ഥാനാർത്ഥിയായി അദ്ദേഹം എത്തുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഒരു വിജയത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. ആര് സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിലും ഇവിടെ UDF വിജയിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമിതമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ചിറ്റൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതനും അതുപോലെ തന്നെ UDFന്റെ പ്രവർത്തകരുമുള്ളത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ചിറ്റൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V മുരുകദാസിന്റെ പ്രതികരണത്തിലേക്കാണ്. മന്ത്രി K കൃഷ്ണൻകുട്ടി ചിറ്റൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന് അവകാശപ്പെടുകയാണ് LDF സ്ഥാനാർത്ഥി. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മണ്ഡലം നിലനിർത്തും എന്നാണ് മുരുകദാസിന്റെ ആത്മവിശ്വാസം. അദ്ദേഹം 24നോട് സംസാരിച്ചു. അതിലേക്ക് റെഡിയല്ലേ? ചിറ്റൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി V മുരുകദാസാണ് എന്നോടൊപ്പമുള്ളത്. അദ്ദേഹം ആദ്യമായാണ് നിയമസഭയിലേക്ക് ജനവിധി തേടുന്നത്. ചിറ്റൂർ നിലനിർത്തും? തീർച്ചയായും ചിറ്റൂർ നിലനിർത്തുമെന്ന് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം കണ്ടാൽ നമുക്ക് മനസ്സിലാകില്ലേ. ഈ തെരഞ്ഞെടുപ്പ് ചിറ്റൂരിലെ ജനത നോക്കിക്കാണുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം
ഇവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിലവിലെ സിറ്റിംഗ് MLA മന്ത്രി കൂടിയായ K. കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായാണ് താങ്കൾ എത്തുന്നത്. അപ്പോൾ അത് ഓരോ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെ ആ റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത്? ഇവിടെ കഴിഞ്ഞ 10 വർഷമായി കൃഷ്ണൻകുട്ടിയേട്ടൻ MLA ആണ്. 1980 മുതൽ കൃഷ്ണൻകുട്ടിയേട്ടനാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻകുട്ടിയേട്ടൻ വ്യക്തമായി എടുത്തൊരു തീരുമാനമാണ് അദ്ദേഹം ഇനി മത്സര രംഗത്തേക്കില്ല എന്നുള്ളത്. അദ്ദേഹം ഏറ്റെടുക്കാൻ മനസ്സിൽ കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങൾക്ക് വിധേയമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ മുരുകദാസിനെ കൊണ്ട് സാധിക്കുമെന്ന പരിപൂർണ വിശ്വാസം ഇടതുപക്ഷ മുന്നണിക്കും കൃഷ്ണൻകുട്ടിയേട്ടനും ഉണ്ടായതുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിത്വം നൽകി എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതനാണ് എതിർ സ്ഥാനാർത്ഥി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങൾ UDF ഭരണത്തിലെത്തി. അപ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതുമായി നമുക്ക് കൃത്യമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഒരു വാർഡിൽ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികൾ, പ്രാദേശികമായ ചില സ്വാധീനങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം. ഇവിടെ ഇതൊരു പൊതു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ പൊതു രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ നാടിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ ആരാണ് ചെയ്തിട്ടുള്ളത്, UDFൻ്റെ കാലത്ത് എന്തായിരുന്നു ഇവിടുത്തെ വികസനമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാം. അല്ലാതെ കാലാകാലങ്ങളായി LDF ഭരിച്ചിരുന്നൊരു മണ്ഡലമല്ല. 20 വർഷക്കാലം UDF ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ എന്ത് സംഭവിച്ചുവെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ 10 വർഷമായി ആദ്യം 7600-ഉം പിന്നീട് ഈ 35,000-ഓളം വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തെ ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കില്ല. ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി V. മുരുകദാസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരുമൊപ്പം ഉള്ളത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. വീണ്ടും തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. പ്രതിപക്ഷ കക്ഷി മണ്ഡലത്തിൽ നിന്ന് ഭരണകക്ഷി മണ്ഡലമായി മാറും കൊണ്ടോട്ടി എന്ന് പറയുകയാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി TP അഷ്റഫ് അലി. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. എന്നോടൊപ്പം ഉള്ളത് കൊണ്ടോട്ടി മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി TP അഷ്റഫ് അലിയാണ്. അങ്ങനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടോട്ടിയിലൊക്കെ നമുക്ക് വലിയ മെജോറിറ്റി ഉള്ള വലിയ പേരുള്ള മണ്ഡലമാണ്. എന്നിരിക്കെ പോലും ആളുകളെ പരമാവധി കണ്ട് വോട്ടുറപ്പിക്കുകയാണ്. എന്താണ് ഈ 2ാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴുള്ള ആളുകളുടെ ഒരു റിയാക്ഷൻ? ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ UDFന്റെ സർക്കാർ വരാൻ. അത് നമ്മൾ അവരുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും. പ്രത്യേകിച്ചും ഇടതുപക്ഷ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളുടെ പിന്തുണ വളരെ വലുതാണ്. എല്ലാ വിഭാഗം ആളുകളും ഈ സർക്കാരിനെ കൊണ്ട് മടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് UDFന് വർദ്ധിതമായ പിന്തുണയാണ്. ജനങ്ങളത് ഞങ്ങളോട് കൈപിടിച്ചും അവരുടെ ഉറപ്പ് നൽകിയും അവരത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ കൊണ്ടോട്ട് ജയിക്കുമെന്ന് മാത്രമല്ല കേരളത്തിലും വലിയ തരംഗം VD സതീശൻ പറഞ്ഞൊരു നമ്പറിലേക്ക് UDF എത്തുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഫീൽഡിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കരിപ്പൂർ വിമാനത്താവളം താങ്കളുടെ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന മേഖലകളിൽ ആളുകൾ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിരേണ്ട പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷ മണ്ഡലമായതുകൊണ്ട് അത് കിട്ടാത്ത സാഹചര്യമുണ്ട്. മുൻപത്തെ MLA വലിയ പരാതികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നതുമാണ്. അവർക്കൊക്കെ ഒരു ഉറപ്പ് താങ്കൾ കൊടുത്തോ? ഒരു UDF സർക്കാർ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അവരോടൊക്കെ പറഞ്ഞു? ഇത് പ്രതിപക്ഷ മണ്ഡലം എന്നത് ഭരണപക്ഷ മണ്ഡലത്തിലേക്ക് മാറുകയാണെന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത് വികസനം എന്ന് പറയുന്നിടത്ത് സാധാരണക്കാരായ മനുഷ്യരെ പെരുവയിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടുള്ള വികസനത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ജനങ്ങളെ കൂടെ ഇരുത്തി അവരുമായി സംസാരിച്ച് അവരുടെ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ പോലും അതിന് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിൽ അവർക്ക് കൃത്യമായി റെമ്യൂണറേഷൻ കൊടുത്ത് ഇപ്പോൾ UPA സർക്കാർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ കൃത്യമായ പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാക്കേജ് വഴിയാണ് കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ ഭൂമി നൽകാൻ തയ്യാറായ ആളുകൾക്ക് അതിനനുസരിച്ച് കൃത്യമായ വില നിശ്ചയിച്ച് അവരെ പൂർണ്ണമായും പുനരധിവസിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമുള്ളതാണ്. അഷ്റഫ് അലി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ഒരു പ്രതിപക്ഷ മണ്ഡലത്തിൽ നിന്ന് ഇതൊരു ഭരണപക്ഷ മണ്ഡലമാകാൻ പോവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ ടേമിൽ ഈ പ്രതിപക്ഷ മണ്ഡലങ്ങൾക്കൊക്കെ അനുവദിച്ചിട്ടുള്ള തുക അത് വളരെ കുറവായിരുന്നു എന്നുള്ള പരാതി പല MLA-മാരും ഉന്നയിക്കുന്ന നമ്മൾ കണ്ടു. നിയമസഭയിൽ MK മുനീർ വളരെ വികാരാധീനനായി തനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ എന്തായാലും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആളുകളെ കണ്ട് വോട്ടുറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥികൾ. അപ്പോൾ നമ്മളും വിവിധ സ്ഥാനാർത്ഥികളെ കണ്ടുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ മൗനം പാലിക്കുന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് പറയുന്നു കാഞ്ഞിരപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി റോണി കെ ബേബി. മണ്ഡലത്തിൽ ഇത്തവണ UDFന് മികച്ച വിജയം നേടാനാകുമെന്നും റോണി കെ ബേബി 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ കാഞ്ഞിരപ്പള്ളിയിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. എന്തായാലും UDF സ്ഥാനാർത്ഥി റോണി കെ ബേബി നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട്? അവസാന നിമിഷം വലിയ പെട്ടെന്നായിരുന്നു ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത്. അതൊക്കെ കവർ ചെയ്യാൻ സാധിച്ചോ ഈ കുറച്ച് ദിവസം കൊണ്ട്? തീർച്ചയായിട്ടും. കാരണം വലിയ ആത്മവിശ്വാസമാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ആത്മവിശ്വാസം കൂടിക്കൂടി വരികയാണ്.
എൻ്റെ ചുറ്റുമുള്ള UDF നേതാക്കന്മാരോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കുക. അവരുടെ ഒരു പിന്തുണ അത് ഈ കാഞ്ഞിരപ്പള്ളി തൊട്ട് നിയോജകമണ്ഡലത്തിൻ്റെ അങ്ങേ അതിർത്തിയായിട്ടുള്ള കറുകച്ചാൽ വരെ എല്ലാ നിയോജകമണ്ഡലങ്ങളും ഈ പ്രവർത്തകർ, കാരണം ഈ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത്. ഞാൻ അവരുടെ കൂടെ ഒന്ന് നിന്ന് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ. എതിർ സ്ഥാനാർത്ഥികൾ, ഒരാൾ ചീഫ് വിപ്പ് ആയിരുന്നു, ഒരാൾ കേന്ദ്രമന്ത്രിയാണ്. രണ്ടുപേരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പം അവരുടെ ഒരു പെർഫോമൻസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ടോ UDF? ആരാണ് എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായ UDF, ഐക്യ ജനാധിപത്യ മുന്നണി, അതിൻ്റെ ബാനറിലാണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് ആ പിന്തുണ, എൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ, എൻ്റെ മുന്നണിയുടെ ആ ഒരു കരുത്ത് അതുള്ളപ്പോൾ എതിരാളി ആരാണെന്നുള്ളത് ഇവിടെ പ്രശ്നമേ അല്ല. കേന്ദ്ര സഹമന്ത്രിയാണ് BJP സ്ഥാനാർത്ഥി. FCRA പോലെയുള്ള വിഷയങ്ങളുണ്ട്, അതൊക്കെ മണ്ഡലത്തിൽ ചർച്ചയാണോ? അല്ല, തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയിലെമ്പാടും മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും പുറത്തുപോയിട്ടുള്ള സന്യസ്തരും വൈദികരും ഒക്കെ ക്രൂരമായി വേട്ടയാടിയപ്പോൾ എവിടെയായിരുന്നു ഈ കേന്ദ്രമന്ത്രി എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി നടക്കുമ്പോൾ അതിനു മുൻപായി കേന്ദ്രമന്ത്രി ഒരു മിനിമം മാപ്പ് പറയാനെങ്കിലും തയ്യാറായിരിക്കണം. 100% ആത്മവിശ്വാസമാണ്. ഇത്തവണ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. അല്പം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരു അല്പം താമസിച്ചെങ്കിൽ അതൊക്കെ കവർ ചെയ്യാൻ സാധിച്ചു. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ്. ടീമായിട്ട്, ഒരു UDF ടീമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അതാണ് കരുത്തെന്നാണ് നമ്മൾ UDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.